വിജയിച്ചെന്ന് കരുതിയ എത്ര മത്സരങ്ങൾ തോറ്റുപോകുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. എത്ര തവണ അനീതിക്കിരയായി തലകുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ തലത്തെ കാരണങ്ങൾ കൊണ്ട് തോറ്റ് പണ്ടാറടങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ കൊച്ചിയിൽ നിന്ന് തിരിച്ച് നടന്നിറങ്ങിയിട്ടുണ്ട്. അലറി വിളിച്ചിട്ടും കേൾക്കാത്ത അധികാരികളുടെ പണക്കൊതിക്ക് മുന്നിൽ നിരന്തരം ദേഷ്യം കടിച്ചു പിടിച്ച് നിന്നിട്ടുണ്ട്. ഒടുക്കം ഈ സീസൺ അവസാനിച്ച് എന്നറിഞ്ഞിട്ട് പോലും ഈ കളി കാണാൻ ഇരുന്നവരുണ്ട്. ശരിക്കും വെറുത്തു പോയ ഫസ്റ്റ് ഹാഫ്. ഇന്നെങ്കിലും ജയിച്ച് അവസാന ഹോം മത്സരമെങ്കിലും ജയിച്ച് പൂർണ്ണമാക്കുമെന്ന് ആഗ്രഹിച്ചത് ഞാൻ മാത്രമായിരുന്നില്ല. പക്ഷേ എന്ത് കളി! എന്നാൽ രണ്ടാം പകുതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതുവരെ ഫസ്റ്റ് ഹാഫിൽ ഞാനടക്കം വിമർശിച്ച ഐമൻ അങ്ങ് കത്തിക്കയറുന്നുണ്ട്. ആദ്യ പകുതിയിലെടുത്ത് പാഴാക്കിയ ഷോട്ടുകൾക്ക് പകരം 52-ാം മിനിറ്റിൽ എണ്ണം പറഞ്ഞ ഒരു റൈറ്റ് ഫുട്ടർ ഷോട്ട് ലെജൻഡ്പിയുടെ നെഞ്ച് തകർത്ത് പന്തകത്തേക്ക്. പെപ്ര ഈസ് ഓൺ ഫയർ. ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സിനെ പേടിപ്പിച്ച ചാങ്തയും കളി നിയന്ത്രിച്ച ബ്രാൻഡനും വാനിഫും ശേഷം വന്ന ഓട്ടിസും വരെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് പോലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ വല കുലുക്കാനായില്ല. ഫസ്റ്റ് ഹാഫിലൊരു മൈനസ് ബോൾ എടുത്തു വന്ന ഒരു മിസ്റ്റേക്ക് മാത്രം മാറ്റി നിർത്തിയാൽ നോറ ഫെർണാണ്ടസ് ഇസ് ബെറ്റർ ദാൻ അതേഴ്സ്. കളിയിലുടനീളം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് സംരക്ഷിച്ച ലഗോത്തറിൻ്റെയും ഡ്രിൻസിച്ചിൻ്റെയും ഇടയിലേക്ക് ഒരുത്തം വരുന്നുണ്ട്. ഒടുക്കം വിക്രം പ്രതാപിൻ്റെ ഗോളെന്നുറപ്പിച്ച ഒടുക്കത്തെ ഷോട്ട് നോറയും മറികടന്ന ആ ഷോട്ട് ഫ്ലാഷ് ഓഫ് സെക്കൻഡിൽ നിർവീര്യമാക്കി കളയുന്നുണ്ട്. അവൻ എന്തിനു വന്നു എന്ന് ചോദിച്ചവരോട് ബിക്കോസ് വന്നത് വെറുതെയല്ല എന്നവൻ പറഞ്ഞു വെക്കുന്നത് ആ ഒരു സേവിലൂടെ, ഗോൾ ലൈൻ സേവിലൂടെ. ഒടുക്കം ഹോമിലേക്ക് വിളിച്ചു വരുത്തിയ പഴയ കണക്കങ്ങ് തീർത്ത് വിടുന്നുണ്ട്. മുംബൈയുടെ പ്ലേ ഓഫ് സ്വപ്നങ്ങൾക്ക് ഒന്ന് തീ പിടിപ്പിച്ചുകൊണ്ട്. മനസ്സുമെടുത്തിട്ടും കളി കാണാൻ ചെന്ന ആരാധകർക്ക് അവസാനമായിട്ട് ഹോം മത്സരത്തിൽ വിജയിച്ച് നൽകുന്ന ആത്മവിശ്വാസം അത് വലുത് തന്നെയാണ്. വരും സീസണിലേക്കുള്ള വൻ പ്രതീക്ഷ തന്നെയാണ്. ഇനി ഈ സീസണിൽ മറ്റൊരു ഹോം മത്സരം ബാക്കി നിൽക്കുന്നില്ല. ഇനിയുള്ളത് ഒരു എവേ മത്സരം മാത്രമാണ്. ബ്ലാസ്റ്റേഴ്സിന് ഇനി ഈ ഒരു സീസണിലൊന്നും നേടാനായിട്ടില്ല. പക്ഷേ ഇനിയും ഞങ്ങൾ കാത്തിരിക്കും. ഇനിയും പുതിയൊരു സീസൺ വരും. ഇനിയും പുതിയ പ്രതീക്ഷകൾ വരും. ബ്ലാസ്റ്റേഴ്സ് കപ്പെടുക്കുന്ന നാൾ വരെ ഞങ്ങൾ കൂടെ ഉണ്ടാകും. പലവട്ടം തോറ്റിട്ടും എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ വീണ്ടും വീണ്ടും പുറപ്പെട്ട ബ്രിട്ടീഷ് പർവ്വതാരോഹകൻ ജോർജ് ഹെർബർട്ട് മെലോണിയോട് ഒരു നൂറ്റാണ്ട് മുൻപ് ലോകം ചോദിച്ചു, എന്തിനു വീണ്ടും അവരോട് അദ്ദേഹത്തിന് ഒരു മറുപടിയെ ഉണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് ഇറ്റ് ഈസ് സ്റ്റിൽ ദേർ. യെസ്, ഹീറോ ഈസ് വെല്ലിംഗ്. ഓരോ തവണയും കളിക്കാനെത്തുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും ആവർത്തിച്ച് പറയുന്ന ചോദ്യം അതാണ്, ആവർത്തിക്കുന്ന സെന്റൻസ് അതാണ്, ബിക്കോസ് ഇറ്റ് ഈസ് ദേർ.